ഒരു ഭാഗം ഇതേ മരിക്കണ്ടൊക്കെ അപ്പൊ ഡബിൾ പോകുമ്പോ എന്തായാലും ഇത് ബാധിക്കൂല അറിയില്ല കേട്ടോ. ഓക്കെ നല്ലോടി 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 ആ നല്ലോടി 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 അയ്യോ ആ ഒരു പീസ് വരും കേട്ടോ. നേരത്തെ കട്ട് ചെയ്ത് അതേ അളവിലൊരു പീസ്. ഓക്കെ ആ ഉണ്ട തരിക ആ ഒന്ന് ഇടത്തേക്ക് ഒന്ന് വലത്തേക്ക് അയ്യോ രണ്ടെണ്ണം പാടെ തരി. ഇതൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകാം കേട്ടോ. ഇവിടെ മാത്രം പണി എടുത്താൽ പോരാ. പാച്ച് വർക്കിൻ്റെ ഭാഗമായിട്ട് അവിടെ ചെറിയൊരു പാച്ച് വർക്ക് ചെയ്യാണ്ട് തീർക്കാൻ വേണ്ടി പോകണേ. അയ്യോ റെഡി 6 ഉണ്ടായി. മതി 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 ഇവിടേക്ക് മതി ഇവിടേക്ക് മതി. ഞാൻ റെസ്റ്റ് എടുക്കി ഉണ്ടാക്കി വെച്ചോളിയാ. ഞാൻ അങ്ങോട്ട് പോകണേ. വേണ്ട അങ്ങോട്ട് എറിഞ്ഞാൽ വേറെ കുഴപ്പമുണ്ട്. ഞാൻ കുറച്ചും പാട് ഇങ്ങനെ നിൽക്കതാ. റെഡി അല്ലേ? സെറ്റ് അയ്യോ പൊട്ടാൻ പാടില്ല കേട്ടോ. ഒറ്റൊന്നും പൊട്ടാൻ പാടില്ല. എന്നാ 2 ഒക്കെ ഉണ്ട് അവിടെ തന്നെ വെക്ക് കേട്ടോ. എല്ലാം ഉണ്ട് അവിടെ തന്നെ വെക്ക്. ഇനിയാണ് പണി. എൻ്റെ മോനെ ഏറ്റവും വലിയ മൂന്തായത്തിലെ കളി. ഞാൻ നോക്കി മൂന്തായട്ടോ. മൂന്തായാണ് തീർന്ന പൈക്കൂടെ. പിന്നെ കിടക്കിയ ഒരു കാര്യം പാടെ. ഏയ് ആ എന്താ ചെയ്യേണ്ടിന്നറിയോ? ആ മൂലോടുണ്ടല്ലോ ഫസ്റ്റ് വെച്ചേ, ആ ഫസ്റ്റ് വെച്ച മൂലോട് കീഞ്ഞ് കഴിഞ്ഞാൽ ഈ മൂലക്കണ്ട് പോവും. നമ്മൾ ചെയ്യണത് 4 കൊന്നിൻ്റെ 3 കൊന്നിൻ്റെ സ്ട്രോങ് കുമ്മായം വെച്ചുകൊണ്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചെരിവ് കൂടുമ്പോൾ എന്താവും? ഇതിൻ്റെ ആശ്രയം മൊത്തം ഇതിൻ്റെ ഡിപ്പെൻഡ് എവിടെയെന്നറിയോ? ആ 1ാമത്തെ മൂലോടാണ്. അപ്പോൾ എന്തെയ്യുന്നറിയോ? നോക്കിയാ ആ 1ാമത്തെ മൂലോട് നിൽക്കുന്ന ആ ഏരിയത്തെ 2-3 ഓടിൻ്റെ അടിഭാഗം ഗ്രൗട്ടും പൂയിത്തരുമ്പാടെ കൂട്ടി ഒട്ടിച്ചേക്കുക. ആ ഗ്യാപ്പിൽ ആ അടി മോള് വേണമെന്നൊന്നുമില്ല. ഒട്ടിക്കുക. ആ ഒട്ടിച്ച് ഫുള്ള് സ്ട്രെങ്ത് ആയിട്ട് ആ സ്ട്രെങ്ത്തിനെ എന്ത് ചെയ്യുക? ആ 1ാമത്തെ മൂലോടുമായിട്ട് ഒട്ടിക്കുക. അപ്പോൾ എന്താവും? ഒരു കാലത്തും ഇത് നഞ്ഞ ഓടലപ്പം നിൽക്കണത് മഴ കൊണ്ട് നല്ല നഞ്ഞ് പൊതിർന്ന് എടുക്കുകയാണ്. ഒന്നും ആവില്ല. കീവിലട്ടോ. ആ ഉറപ്പ് വന്നോളൂ. വൈകുന്നേരം വരെ ഇതേ നിൽക്കും. ഒരു ഓട നമ്മൾ പൊട്ടിക്കില്ല. അതിനാണ് നമ്മൾ കായ് വാങ്ങേണ്ടത്. അത് റെഡി. അപ്പം ഇനി എത്ര മൂലോട് വേണമെന്നറിയോ? ഒരു മൂലോട് ഇവിടെ ഇതുമൊക്കെയുള്ള മൂലോട് ഇവിടെ ഉണ്ട്. മൊത്തം എത്ര ഉണ്ടോക്കി അവിടെ? 2 അവിടെ അല്ലേ? ഒരു പൊട്ടി പീസ് എവിടെ വെക്കാനാന്ന് അറിയാം? മൂലോടിൻ്റെ അടിയിലെക്കാനാ. എന്താ ഈ മൂലോടിന് ഇങ്ങനെ വെച്ചുകൊണ്ട് കുറച്ച് ഉയർത്തുക. റെഡി കേട്ടോ? സെറ്റാണ്. എന്താ പാടൊക്കെയാ? ഇത് റെഡി അല്ലേ? ഓക്കെ കൗക്കോല് റെഡി. കുമ്മായത്തിനുണ്ടാ. എന്താ 1 വരട്ടെ. ആ വരണേ നേരെ ഇതിനുള്ളിൽ കയറ്റി കേട്ടോ. അടുത്ത വരട്ടെ. സുറ ആ അടുത്ത ഇതെന്താ സംഭവം എന്നറിയോ? ഏരിയയിൽ ഒരു 5-6 കൊല്ലം കൊണ്ട് വീട് പൊളിച്ചു പോകും. എന്തേ? ഓർക്ക് നമ്മളിപ്പോൾ ഈ ഓടൊക്കെ വിരിച്ച് ലെവലാക്കി കൊടുത്തില്ലേ? എന്നെ വലിയ ഭാഗ്യ. ഇത് വാടകയ്ക്ക് കൊടുക്കുക. എന്തേ? പിന്നെ അടവ് എന്ന് പറഞ്ഞാൽ കൈപ്പണി തന്നെ. ഗ്ലൗസ് ഉണ്ടെങ്കിൽ ഉചിതം. പക്ഷേ നമ്മൾ ഗ്ലൗസ് കൊണ്ടുവരാൻ മറന്നുണ്ട്. ഈ ഭാഗത്ത് കയറ്റ, ഈ സൈഡ് കയറ്റ. സാധനം വേമ കയറ്റ. ഇന്നെ നിർത്തരുത് ഞാൻ എപ്പോഴും പറയണ കാര്യമല്ലേ. നിങ്ങൾക്ക് ഒഴിവുണ്ടെങ്കിൽ നിങ്ങൾ റെസ്റ്റ് എടുത്തോളി. ഇന്നെ നിർത്താൻ ഞാൻ മതി. എത്ര ലോങ്ങിന സാധനം വരണമൊക്കെയാണ്. അത് ഇവിടെ ഇങ്ങനെ വെച്ച് എന്താ പാടൊക്കെയാണ്? റെഡി അല്ലേ? പക്ക അല്ലേ? തലക്കെട്ടിന് ആവശ്യമൊന്നുമില്ലല്ലോ? ഓക്കെ. ഇനി എന്താ വണ്ടി എന്ന് വെച്ചിട്ടാണെങ്കിൽ ഒരു മൂലോട് നിൽക്കുകയാണെങ്കിൽ ഇവിടെ ചെറിയൊരു പീസ് വരും. അതിനെ വരച്ചു തരാം. ഒരു മൂലോട് ഇവിടെ വരി. ഒരു മൂലോട് കൊണ്ട അടുത്ത ആൾ കുമ്മായം ഉണ്ട കൂട്ടി വെക്കി. ഞാൻ കൂടി നിൽക്കണൊക്കെയാണ്. അപ്പോൾ ആൾക്കാർ പറയും പൊട്ടാ ഇവിടുന്ന് 4 ഓട് ഊരിക്കാണ്ട് അവിടെ എന്നാ പോരാന്നുള്ളത്. അത് വളിനായ മാത്രമാണ്. അതൊന്നും പറഞ്ഞ കാര്യമൊന്നുമല്ല. നടക്കൊന്നുമില്ല. എന്തേ? ഇതന്നെയാണ് സുഖം. ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പോന്നോട്ടെ. എന്നിട്ട് ഇങ്ങനെ ഇട്ടതാ കേട്ടോ. ഓക്കെ ഇങ്ങനെ ഓക്കെ. ഇതാ ഇടുന്നോ കേട്ടോ. ആട്ടിയാറാണേ. ഒറ്റ കൈമേലട്ടോ. ഇവിടെയൊക്കെ നിന്നിത് പണി ചെയ്യാന്ന് പറഞ്ഞാലേ എന്തേ മൊത്തം ഉണ്ടോണ്ടാ വേമേ കൊണ്ടാ. ആ വരണ ഇവിടെ ഇങ്ങനെ വെക്കും. തിറ്റും വേണ്ട. അടുത്തടുത്ത് സാധനം റെഡിയാക്കി. ഒരു തുള്ളി വെള്ളം ഇത് കൂടെ ഇറങ്ങൂല. വറ്റ. പിന്നെ ഈ മൂന്തായം കൂട്ടുന്ന സമയത്ത് എന്തായാലും ഇവിടെ കുമ്മായത്തിന് ഗ്യാപ്പ് വേണം. എന്നെങ്കിലേ അടിയിൽ വെച്ച കുമ്മായും മുകളിൽ വെക്കണ കുമ്മായം തമ്മിൽ ഒട്ടുള്ളൂ. അല്ലാതെ മുറിച്ചുകാണ്ട് അതിൻ്റെ മുകളിൽ കുമ്മായം പരത്തിയിട്ട് ഒരു കാര്യമില്ല. അത് കുറച്ച് കാലം കഴിഞ്ഞാൽ കുമ്മായം മുകളിൽ നിന്ന് പൊടിഞ്ഞു പോകും. അപ്പോൾ അതിൻ്റെ സ്ട്രെങ്ത്ത് നിലനിൽക്കാനാണ് എന്ത് ചെയ്യേണ്ടി? ഈ മൂലോട് മൊത്തം ഈ മൂന്തായം കൂട്ടുന്ന സമയത്ത് ഇവിടെയൊക്കെ ഗ്യാപ്പാക്കുക. ആ ഗ്യാപ്പിൽ അടിയൊക്കെ ഇട്ട് നല്ല തിറ്റി നിറച്ചിട്ട് ആ തിറ്റി നിറച്ചേക്ക് ഈ മുകളിലത്തെ കുമ്മായം ഒട്ടിക്കുകയാണ്. കണ്ടോ?
ഇടയിൽ വിരലൊക്കെ ഇട്ട് സെറ്റാക്കി അമർത്തി റെഡിയാക്കി ഒതുക്കി. ഏതേ ഇനി ഒരു പീസും വേണ്ട. ഉള്ളിക്ക് ഇനി എന്താ വേണ്ടിയെന്നറിയോ? ഒരു പാട്ടേലില്ലേ നല്ല ഗ്രൗട്ട് നമ്മൾ കേട്ടോ. എനിക്കൊരു ഉണ്ട തിരിക്കാൻ എത്ര നേരം? കുമ്പിടലും എറിയലും കുറേ സമയമായിരിക്കണം. പെരയിൽ പോയിക്കാണ് പണി കഴിഞ്ഞ് പെരയിൽ പോയിക്കുകയാണെങ്കിൽ വെറുതെ ഇരിക്കുക എന്നല്ലാതെ ഒരു പണിയും പഠിക്കാൻ ശ്രമിക്കില്ല. ഇന്ന് എന്ത് ചെയ്യുന്നറിയോ? നോക്കിയാ പണി കഴിഞ്ഞിട്ടേ ആ മെഷീനായിട്ട് പോയിക്കുക പെര കേട്ടോ. എന്നിട്ട് എൻ്റെ പെര കുറച്ച് പഴയ ഓടക്കില്ലേ അത് എടുത്തുകൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത് പഠിക്കട്ടോ. പൗതിയും മുക്കാലും എന്തേ ക്രോസൊക്കെ കട്ട് ചെയ്ത് കണ്ട് പഠിക്കുക. അല്ലാതെ നാളെ ഇതേമാതിരി വരും കട്ട് ചെയ്യുമ്പോൾ പറയും അങ്ങനെയാണ് ഇങ്ങനെയാണ് കുറേ ടൈമായിട്ട് പോക്കും. ആദ്യം ഗ്രൗട്ടും പാട്ട തരി സാധനം മുക്കാലില്ലേ ഓക്കെ സാധനം എത്തിയിട്ടുണ്ട്. ഇനി ഇടയ്ക്ക് ഇനി എന്ത് ചെയ്യുന്നല്ലോ ആ വെള്ളം തരി സംഭവം ഇവിടുന്ന് ലൂസാക്കും. ആ പുറത്ത് നോക്കിയാണ് ഇതൊക്കെയെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ സ്കൂളിൽ പഠിക്കാതെ ഞാൻ 4 മണിക്ക് ബെല്ലടിച്ചാൽ കാത്തിക്കേനി ഒടുക്കുന്ന ഗ്രൗണ്ടിക്ക്. അതിനോണ്ട് എന്തായി ഇന്നൊരു കൈത്തൊഴിൽ പഠിച്ച് ആ ഉണ്ട നേരം എന്ത് ചെയ്യുന്നറിയോ ഈ ഗ്രൗട്ട് കിട്ടുക. അപ്പോൾ എന്തായി ഉണ്ട മിശ്രിതമായി ഒരു ഉണ്ടുപാട് തരി ആയിക്കോട്ടെ. മറ്റെന്താ ഗ്രൗട്ടിന് വേറെ കുഴപ്പമുണ്ട് ചൂട് കിട്ടുമ്പോൾ വിള്ളൽ വരും. ഇതിങ്ങനെ അടിച്ചാലുള്ള ലാഭം എന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ എന്താണ് ഒരു കാരണവശാലും ക്രാക്ക് വരില്ല. പോരാത്തതിന് കുമ്മായ അങ്ങോട്ട് പൊടിഞ്ഞു പോകാൻ കുറച്ച് ടൈം എടുക്കും. പക്ക സ്ട്രോങ് ആവും. പൊടിച്ചു കൊടുത്താൽ കൗക്കോൽ അങ്ങോട്ട് അടിച്ച് പട്ടികൊക്കെ അടിച്ച് സെറ്റപ്പാക്കി ലെവലിൽ വിരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താക്കി ഇവിടെ ചെറിയൊരു മങ്കുണ്ണി വന്നിട്ടുണ്ട്. മങ്കുണ്ണി ആ മങ്കുണ്ണിമേൽ എന്ത് ചെയ്യാണ് ഗ്രൗട്ട് അടിക്കുകയാണ്. ഒരോട് പൊട്ടിക്കണേ അത് മാറ്റാനൊരോട് വേണം. അതിനാദ്യം ചെറിയൊരു പൊട്ടി പീസ് അടിക്കുക. ഒരു ടെക്നിക്ക് കാണിച്ചു തരാം. ഓട് പൊട്ടിക്കഴിഞ്ഞാൽ അത് മാറ്റണം എന്നുണ്ടെങ്കിൽ ഈ 2 കൈയും അയിമത്തെ 10 വിരലിൽ ആവശ്യമാണ്. അപ്പോൾ ഒരു ടെക്നിക്കും പാടുണ്ട്. അത് ചെയ്തിരിക്കുകയാണെങ്കിൽ 10 വിരലില്ലെങ്കിലും ഒരു കൈ ഉപയോഗിച്ചാൽ മതി. 5 വിരൽ ഒരൊറ്റ പീസ് ഏതാ കൂടി അയവ സാധനം ഇവിടെ എത്തി. ഇതിൽ എന്ത് ചെയ്യുന്ന അറിയോ ഇവിടെയൊക്കെ ഇവിടെയുള്ള മാറ്റാനുള്ളത്. അപ്പോൾ ഈ ഓടിൻ്റെ ഇവിടെ പൊന്തിക്കുക. പൊന്തിച്ചിട്ട് ഒരു പീസ് എടുത്തിട്ട് ഇവിടെ തിരികുക. ഇതാ എങ്കേ ഇപ്പോൾ ഇത് പൊന്തി കണ്ടോ. ഇനി എന്ത് ചെയ്താൽ മതി ഈ കൈ കൊണ്ട് പൊന്തിച്ചിട്ട് എനിക്ക് സാധനം എടുക്കാം. എന്താ ടെക്നിക്കൊക്കെയാ ഇതൊക്കെ വേണമെങ്കിൽ എനിക്ക് പറഞ്ഞു കൊടുക്കാതൊക്കെ. എന്തിനാ എൻ്റെ ആവശ്യം? അല്ല ഇത് എടുക്കാനായിട്ടില്ല. ഇത് എപ്പോഴാണ് എടുക്കേണ്ടിയെന്നറിയോ? കൊടി 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 ഇതാ ഇങ്ങോട്ടേക്കാ. അപ്പോഴും നമ്മൾ എന്ത് ചെയ്താൽ മതി ഈ ഒരു ഓട് മാത്രം നോക്കിയാൽ മതി. അവിടെ പൊന്തിക്കെടുക്കലടാ. ഇതാ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ കയറ്റി വെച്ച് സംഭവം സീറ്റ് ഇങ്ങനെ ഉറപ്പിച്ചിട്ട് ഇതൊക്കെയാ കൈ വെക്കുക എടുക്കുക. ഉണ്ടോ എന്നുണ്ടേ കണ്ടില്ലേ? അതാണ് പരിപാടി. അല്ലെങ്കിൽ എന്താണെന്നറിയോ ഇതിങ്ങനെ പൊന്തിക്കും. ഇത് ഊരുമ്പോഴത്തേന് ഇവിടെ കൈയിട്ടും അപ്പോൾ ഇവിടെ ഓട് പൊട്ടും. അഡ്വഞ്ചർ ഏരിയയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതേപോലത്തെ ഒരു പീസ് ഇവിടെ തിരികുക. ഇവിടെ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഈ പൊട്ടി ഓടിൻ്റെ നേരെ മുകളിലത്തെ വരിത്തെ രണ്ടാമത്തെ ഓടുക. ഇത് പൊന്തിക്കുമ്പം ഈ ലൈൻ ഒപ്പര പൊന്തുള്ളൂ. കാരണം ഇവിടെ നിന്ന് ഇങ്ങനെ വിരിച്ചു പോകുന്ന സാധനമല്ലേ. അതാണ് ആ ടെക്നിക്കിലൂടെ ഉദ്ദേശിക്കുന്നത്. കാരണം അല്ലേ നിങ്ങൾക്ക് ഈ തലയെക്കെട്ട് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ ഒരു മൂലോട് വെച്ച് കഴിഞ്ഞിട്ട് അടുത്ത മൂലോട് അതിൻ്റെ വേക്കിൽ വെക്കൂലേ. അപ്പോൾ ഇതേപോലത്തെ ഒരു സാധനം ഉണ്ടാവും. ഈ ജോയിൻ്റാണ് തലയെക്കെട്ട് എന്ന് പറയുക. അവിടെ നമ്മൾ കെട്ടുമ്പം അത് തലയിൽ കെട്ടിയ മാതിരിയായി. അപ്പോൾ അങ്ങനെ കെട്ടി കഴിഞ്ഞാലുള്ള ലാഭം എന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ഒരിക്കലും ഒരു തുള്ളി വെള്ളം പോലും വീടിൻ്റെ ഉള്ളിൽ കുറ്റൂല. ഉറ്റും എപ്പോഴാണ് മനസ്സിലാവുമെന്നറിയോ? സീലിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ കറ കെട്ട് പിടിക്കും. പക്ഷേ ഈ സൈറ്റിൽ എന്തുകൊണ്ടാണ് നമ്മളിപ്പം ഈ കെട്ടി എത്രത്തോളം സംഭവത്തിന് തലയെക്കെട്ട് കെട്ടാത്തതെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ബാക്കിലുള്ള അവിടെ ഓടിയും കെട്ടിയിട്ടില്ല. പിന്നെ ഇതുവരെ ഇതിന് ലീക്കും ഇല്ല. അപ്പോൾ പിന്നെ നമ്മളായിട്ട് ഇനി ഇവിടെ മാത്രം തലയെക്കെട്ട് കെട്ടിക്കാണ്ട് ഈ ഒരു കൂട്ടിന് വൃത്തികേടാക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അത് പ്രമാണിച്ചിട്ടാട്ടാ കൊഞ്ചം തണ്ണി ഉത്തിക്കാണ്ട് ബ്രഷേ മുക്കിയിട്ട് ആ ഗ്രൗട്ട് തേമ്പി ഏരിയയിലൊക്കെ കൊഞ്ചം ബ്രഷിനെ അടിക്കണം. അപ്പോൾ അത് നല്ല ഫിനിഷിങ്ങൊക്കെ അടയ്ക്കും. ഇതാ വേഗം നോക്കിയിട്ടോ അടിയിലൊക്കെ ചെയ്യാനുള്ള പണി വേഗം തീർക്കി പോണ്ടേ. ചോറ് നിട്ടില്ല. സമയം 3 മണിയാണ്. എന്താ പനടയ്ക്കുക എങ്ങനെ കൊഞ്ചം തണ്ണി இந்த மாதிரி போட்டிட்டு அப்புறம் இந்த மாதிரி ബ്രഷ് பண்ணണം. പോരാ ഓടെന്ന് പറഞ്ഞാൽ മണ്ണിൻ്റെ സാധനം ആയതുകൊണ്ട് കുമ്മായം വെക്കുമ്പോഴത്തിന് വലിച്ച് കുടിക്കുക. അപ്പോൾ ഇതേപോലെ കുറച്ച് തണ്ണിയൊക്കെ എവിടെയെങ്കിലും ക്രാക്ക് വന്നു കൊടുത്ത് ബ്രഷ് കൊണ്ട് ചെയ്തിക്കുകയാണെങ്കിൽ അത് ഈ ഓടും പണിയിൽ സിമെൻറ്റിന് ഭയങ്കര ഒരു സമാധാനം കിട്ടുന്ന സംഭവം കേട്ടോ. പോരാ എന്നാ പിടി ക്ലൈൻറ്റ് ഇത്ര മതി. ക്ലൈൻറ്റ് ഇതിൻ്റെ ആളാ. അതാ പക്കെടുപ്പ് എന്നാ അടുത്ത ബ്രഷ് എന്നാ കുപ്പി എന്നാ ഇറങ്ങണോക്കിയാ ഇതെങ്ങനെ ഇറങ്ങണം എന്നറിയോ? അതാണ് അതിനെക്കാട്ടും വലിയ ടാസ്ക്. ഓടുമ്പത്തെ പൊടി മൊത്തം മഴതാ പോയിക്കോളിട്ടോ. ഈ ടെൻഷൻ അടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇന്ന് വൈകുന്നേരം മഴ ഉള്ളതാണ്. പിന്നെ ഇങ്ങനെ മൂല കെട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ അപ്പം തന്നെ ചാക്കിട്ട് വെക്കേണ്ട അവസ്ഥ വരും. അത് എപ്പോഴാണെന്ന് വെച്ചിട്ടാണെങ്കിൽ ചില മഴക്കാലത്ത് രാവിലെ തൊട്ടേ മഴ ഉണ്ടാവും. അങ്ങനത്തോടത്ത് നമ്മൾ എന്ത് ചെയ്യും രാവിലെ തന്നെ ചാക്കിട്ട് കണ്ടാണ് സൈറ്റിൽ നിന്ന് പോലെ ഇവിടെ അപ്പം അതിൻ്റെ ആവശ്യമില്ല. എന്താണ്
ഇവിടെ ഇപ്പോൾ വൈകുന്നേരം മഴ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് വെല്ല കീഞ്ഞ് പോകട്ടോ. എൻ്റെ അമ്പോ, തലയെക്കെട്ടുകളും നമ്മൾ ചതിക്കാതെ കെട്ടെ. ഓ, ഞാൻ ഇവിടേക്ക് ഇറങ്ങാൻ പോണ്. ഓട് പൊട്ടുമോ? ഓട് പൊട്ട് കണ്ടിക്കാണിക്ക ഓടും പുറത്ത് കാലിച്ചിട്ടോ. ഇതാണ് ഒരു ഓടും പണിയിലെ മേസ്തിരി എന്ന് പറഞ്ഞാൽ. ഭയങ്കര ക്ഷമ വേണം ഈ പണിയിൽ, ഭയങ്കര ക്ഷമ ഇല്ലാത്ത ആൾക്ക് ഈ പണി പറ്റൂല. ഇവിടെയൊക്കെ തേമ്പിയില്ലേ, ഇതിൻ്റെ മൂല തേമ്പാളൊക്കെ തേമ്പിയില്ലേ. പിന്നെ മൂലോടിൻ്റെ അടുത്ത് കൂടെ മാക്സിമം നടക്കാതിരിക്കാൻ ശ്രമിക്കുക. അങ്ങനെ നടന്നു കഴിഞ്ഞ് ഇവിടെ ഇപ്പോൾ റോഡ് പൊട്ടിക്കുകയാണെങ്കിൽ ഇത് മൊത്തം നാശമാവും. കൃഷ്ണേട്ടാ, നിങ്ങളുടെ അടുത്താണ് എൻ്റെ പ്രതീക്ഷ. ഞങ്ങൾ മുകളിൽ കയറി പട്ടിയാവും. നിങ്ങൾ അടിയിൽ നിന്ന് സെറ്റാവണം. ഇവിടെ കോൺക്രീറ്റ് കഴിഞ്ഞില്ലേ, എന്താ ഫിനിഷിങ്. ഒന്ന് അടിയിലൊന്ന് കാണിച്ചു കൊടുത്താൽ. കാരണമല്ലേ ഓട് വീരി ടോപ്പ് ഫുൾ സെറ്റാ. നിങ്ങൾക്ക് 1.5 കൊല്ലത്തെ ഗ്യാരണ്ടി മതി. ഞങ്ങൾ 6 കൊല്ലം തരുന്നുണ്ട്. ഇനി ലീക്കൊന്നും ഉണ്ടാവില്ല. പിന്നെയെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇവിടെ ഇങ്ങനെ കിട്ടുള്ളൂ. ഈ വലിയ ചുമരിനെ കാട്ടിയും ഈ കാണുന്ന ഏരിയ മൊത്തമായിട്ട് 50 സെൻറ്റ് ചാട്ടം കൊടുത്തിട്ടുണ്ട്. ഇവിടെ മാത്രം ചെറിയൊരു ട്രബിൾ 20 വന്നിട്ടുള്ളൂ. അതിൻ്റെ മെയിൻ എന്താ വെച്ചാൽ അവിടെ അത്ര കിട്ടുള്ളൂ. ഇതിൻ്റെ കോലങ്ങൾ കണ്ടതല്ലേ, നമ്മൾ ഒടിച്ച് തിരിച്ച് ലീക്കൊന്നും ആവാത്ത കോലത്തിൽ സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അവിടെ ചുമരുമ്പക്ക് വെള്ളം ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ കാണുന്ന ചെറിയൊരു പീസ് ഉണ്ടല്ലോ ഓട്, ആ ഓടിൻ്റെയും മറ്റേ ഓടിൻ്റെ ഇടയിൽ അലുമിനിയം ഷീറ്റ് ഉണ്ട്. 1-ൻ്റെ 2-ൻ്റെ വീതിയില്ലേ, അത് കൊണ്ടുവന്ന് കണ്ട് മുറിച്ച് ഇവിടെ ഡബിൾ കോണി വെച്ച് കണ്ട് അതിന് തിരികെച്ചാൽ മതി. അപ്പോൾ അവിടെ സെറ്റ്. പിന്നെ ഞങ്ങൾ ഏത് സൈറ്റിലേക്ക് വരികയാണെങ്കിലും നിങ്ങളെ ഐഡിയക്ക് അനുസരിച്ചാണ്. നിങ്ങൾക്ക് ഇത് ഹെവി ലെവലിൽ വേണമെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് പല കോഴ്സും ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ നമുക്ക് എന്തായി, ഇന്ന് രാവിലെ ഒന്ന് കണ്ട് ഇത് ഫുള്ള് പി ലെവലായപ്പോൾ ഇതിന് സെറ്റായില്ലേ, അതാണ് നിങ്ങൾ വലിയ ഭാഗ്യമല്ലേ. അപ്പോൾ എന്താണ്, 3-ാം കൂട്ടിലും കണ്ടു ഇമാതിരി തരികിടപ്പണി കഴിഞ്ഞ്. ഇനി നെക്സ്റ്റ് സൈറ്റ്